നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കുമെന്ന് പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കേന്ദ്ര ഏജൻസികളിലൊന്ന് ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും എന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. പിണറായിയുടെ അറസ്റ്റിനെ പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുത് എന്നുകൂടി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മലയാളം ചാനലായ റിപ്പോർട്ടർ TV ആണ് ഈ സുപ്രധാനമായ ബൈറ്റ് പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തിയതായിരുന്നു അസമിന്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പരാമർശം ഇതിനു മുൻപ് INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ മുഖമായ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഉടൻ തന്നെ പിണറായി വിജയന്റെ അറസ്റ്റ് കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള ഒരു നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെടുത്തി കൂടി ഇതിനെ പറയുന്നുണ്ട്. കാരണം നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. നടപടി എടുക്കുമോ എന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ INDA എന്ന മുന്നണിയൊക്കെ രൂപീകരിക്കുന്നതിന് മുൻപായി. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം രാഹുൽ ഗാന്ധി നിലപാട് മാറ്റി എന്നുകൂടി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. എന്തായാലും ഇതേ കാര്യം തന്നെ കേരളത്തിൽ ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയന് അനുകൂലമായ നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുമോ എന്നുള്ള മറു ചോദ്യം കൂടി ഹിമന്തയുടെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം കൂടി ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ചയായി വരികയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെ കുറിച്ചാണ് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്കെതിരായ വലിയ ഒരു ആരോപണമായി തന്നെ അല്ലെങ്കിൽ ആയുധമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ BJP ഇത് ഉപയോഗിക്കുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.